സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ സജീവനാണ്. നമസ്കാരം സാർ, സല്യൂട്ട് ഭാരതിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമ്മളിപ്പോൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ പുറത്തു വന്നു. ഈ ഫലത്തിലൊക്കെ തന്നെ UDFനാണ് ഒരു നേരിയ മുൻതൂക്കം എന്ന് പറയുന്നുണ്ട്. സാർ, അതെല്ലാം തന്നെ ഒരു 70-ന് മേൽ, 70-ന്റെ ഒരു മാർജിനാണ്, 70 സീറ്റിന്റെ ഒരു മാർജിനാണ്, 70, 75 ഒക്കെയാണ് പറയുന്നത്. സാർ, ഇങ്ങനെ ഒരു എല്ലാത്തിനും ഇങ്ങനെ ഒരു മാർജിൻ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇത്തവണ ഫലം വരുമ്പോൾ നമ്മുടെ കേരള ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ഒരു മുന്നണിയിൽ തന്നെ ഒരു കുതിരക്കച്ചവടത്തിനോ മറ്റോ സാധ്യത കാണുന്നുണ്ടോ? മുന്നണിയിലെ കുതിരക്കച്ചവടം എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം അത് സാധ്യമാവണമെങ്കിൽ LDFന് തീർത്തും വലിയ പരാജയം ഉണ്ടാവാത്ത രൂപത്തിലുള്ള കാര്യമായിരിക്കണം. UDFന് 70-ന് മുകളിൽ സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഭരിക്കാൻ പറ്റും. നേരത്തെ ഉമ്മൻചാണ്ടി അതേപോലെ ഭരിച്ചതാണ്. വളരെ നേരിയ മാർജിന് കേരളം ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ആ സമയത്ത് ഒരു കുതിരക്കച്ചവടവും നടന്നിട്ടില്ല. സത്യത്തിൽ കോൺഗ്രസിനകത്ത് അവസാന ഘട്ടത്തിൽ വലിയ പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായതായിട്ട് നമുക്കറിയാം. മദ്യത്തിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അന്നത്തെ KPCC പ്രസിഡന്റ് സുധീരനും മുഖ്യമന്ത്രി തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പോലും 5 വർഷം തികയ്ക്കാൻ, 5 വർഷം ഭരിക്കാൻ ആ മുന്നണിക്ക് കഴിഞ്ഞില്ല. അവിടെ കുതിര കച്ചവടത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കുതിരക്കച്ചവടം വേണമെങ്കിൽ പലപ്പോഴും ഒരു അസംബ്ലി ആയിട്ട് വരണം. അതായത് 70 സീറ്റ് കിട്ടാതിരിക്കുക, 2 മുന്നണികൾക്കും 70 സീറ്റ് കിട്ടാതിരിക്കുക, BJPക്ക് ഏതാണ്ട് 5-6 സീറ്റ് കിട്ടുന്നൊരവസ്ഥ വന്നാൽ 68 സീറ്റ്, ഒന്നും 64 സീറ്റ് വേറെ നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നീട് ഭരിക്കാനുള്ള ഒരു കുതിരക്കച്ചവടം നടക്കും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതിന്റെ സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. നേരെ മറിച്ച് വലിയ നേരത്തെ VD സതീശനും കോൺഗ്രസിലെ മറ്റു പല ആളുകളും പറഞ്ഞ പോലെ സെഞ്ചുറി അടിക്കും, 100 കിട്ടിയില്ലേ വനവാസത്തിന് പോകും എന്ന ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത തീരെ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഞാൻ വിലയിരുത്തുന്നത്, തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് നടക്കുന്നതിന് മുമ്പേ 3-4 ദിവസം മുമ്പേ പല മണ്ഡലങ്ങളിലും ഞാൻ പര്യടനം നടത്തിയിരുന്നു. അതായത് പ്രശ്നബാധിത, നമുക്ക് പെട്ടെന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റാത്ത UDF ആണോ LDF ആണോ NDA ആണോ, ആരാണ് ഭരിക്കുക, ആരാണ് ജയിക്കുക എന്ന കുടുംബത്തിലേക്കൊരു മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് എടുത്തിട്ട് അവിടെ പോയിട്ട് കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് സംവദിച്ച് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കൾ ചേർന്ന് നമ്മൾ ഞങ്ങളുടേതായിട്ട് രീതിയിൽ പോയതാണ്. അന്ന് അത് കഴിഞ്ഞ് നടത്തിയ ചർച്ചകളൊക്കെ ഞാൻ പറഞ്ഞത്, ഈ സതീശൻ പറയുന്ന 100 സീറ്റ് ഒന്നും കിട്ടാൻ പോകും, ഒരു 70-ന് 80-നും ഇടയിലുള്ള സീറ്റ് ഭൂരിപക്ഷത്തിനാണ് ജയിക്കാതെ UDF LDF ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് ആ രീതിയായിരുന്നു. പക്ഷെ അവസാന ഘട്ടത്തിൽ ഇപ്പോ UDFന് തന്നെ വിജയം എന്ന രൂപത്തിലേക്ക് ഞാൻ വരുന്നത്, ഈ നേരിയ ഭൂരിപക്ഷം എന്നതിനുള്ള വിജയത്തെ ആ നിലപാടിലേക്ക് ഞാൻ വരുന്നത് വേറെ പ്രത്യേക പക്ഷപാതങ്ങളല്ല. നമ്മുടെ PC ജോർജും മകൻ ഷോൺ ജോർജും പറഞ്ഞ കാര്യങ്ങൾ അവർ മെത്രാന്മാരെ മുഴുവൻ ചീത്ത പറഞ്ഞു, വളരെ മോശമായ ഭാഷയിൽ പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അർത്ഥം ക്രിസ്ത്യൻ വോട്ടുകൾ പൂർണ്ണമായിട്ടും UDFിലേക്ക് പോയിരുന്നില്ല. മെത്രാന്മാര് ഉത്സാഹിച്ചുകൊണ്ട് UDFന് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ കൊടുക്കാൻ ഉത്സാഹിച്ചു. അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന പോലെ LDFനല്ല UDFനായിരിക്കും നേരിയ മുൻതൂക്കം ഉണ്ടാകുക. അതുകൊണ്ടാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഏതാണ്ട് ശരിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. സാർ ഈ പറഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒക്കെ തന്നെ വടക്കൻ മലബാർ മേഖലയിൽ തുടങ്ങി എറണാകുളം ജില്ല വരെ ചിലപ്പോൾ ന്യൂനപക്ഷ വോട്ട് കൃത്യമായി കിട്ടിയെന്നിരിക്കും. ഇപ്പോൾ നേരെ മറിച്ച് ഈ തെക്കൻ ജില്ലകളായ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, എന്തിന് കോട്ടയം വരെ, പത്തനംതിട്ടയിലൊക്കെ ഈ ഭൂരിപക്ഷ വോട്ടിൽ നായർ വോട്ട്, ഈഴവ വോട്ടൊക്കെ പഴയതുപോലെ ഈ പറയുന്ന പോലെ UDFിലേക്ക് തന്നെ പോകും എന്നുള്ളതിന് എങ്ങനെ നമുക്കത് പറയാൻ കഴിയും? ഇല്ല, UDFിലേക്ക് പോകണമെന്നില്ല. കാരണം നമ്മൾ നായർ വോട്ടുകളും ഈഴവ വോട്ടുകളും അതിന് കാണേണ്ടത്, അത്
സാമുദായിക വോട്ടുകളല്ല. വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായരോ പറഞ്ഞാൽ മുഴുവൻ നായർ വോട്ടുകളും, കോട്ടെ 80% നായർ വോട്ടുകളും അല്ലെങ്കിൽ 80% ഈഴ വോട്ടുകളും ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായിട്ട് പോകും എന്ന വിശ്വാസം എനിക്കില്ല. കാരണം ഈ രണ്ട് സമുദായ സംഘടനകളും ഒരു കാലത്ത് സ്വന്തമായിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയവയാണ്. നമുക്കറിയാം, നേരിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് ചാഞ്ഞുകൊണ്ട് കുറച്ചു നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയെന്നുള്ളത് പിന്നീട് ആ പാർട്ടി എവിടെ പോയി എന്നുള്ള കാര്യം പോലും നമുക്കറിയില്ല. അങ്ങനെയുള്ളത് കൊണ്ട് ഈ നായന്മാർ വോട്ട് ചെയ്യുന്നത്, ഈഴവന്മാർ വോട്ട് ചെയ്യുന്നതും പാർട്ടി തലത്തിൽ തന്നെയാണ്. അവരുടെ പാർട്ടി വിശ്വാസം അനുസരിച്ചുകൊണ്ടായിരുന്നു. അതിൽ വളരെ കുറച്ച് ആളുകൾ, ഇപ്പം വെള്ളാപ്പള്ളി നടേശന്റെ അജ്ഞാനവർത്തികളായിട്ടുള്ള കുറെ പേര്, അല്ലെ സുകുമാരൻ നായരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായിട്ടുള്ള കുറെ പേര് വേണമെങ്കിൽ സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശന്റെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് അത് വോട്ട് ചെയ്തത്. ബാക്കിയുള്ള ആളുകളൊക്കെ അവർക്ക് രാഷ്ട്രീയമുണ്ട്. ഞാൻ കൃത്യമായിട്ട് ആ തെക്കൻ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളും ഇന്നലെ കൂടി എനിക്കറിയാം. അവിടെയുള്ള ആളുകൾക്ക് രാഷ്ട്രീയ ബോധമുള്ളവരാണ്. ഒരുപക്ഷെ അവർ CPM ആവാം, CPI ആവാം, കോൺഗ്രസ് ആവാം, BJP ആവാം. അതിനൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളും കാരണങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ സാമുദായിക വോട്ടുകൾ അവിടെ മാറില്ല. നേരത്തെ തന്നെ ഈ ഈഴ വോട്ടുകളെല്ലാം CPM-ലേക്കാണ് എന്ന സിദ്ധാന്തം നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അവിടെ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ഈഴവ നേതാക്കന്മാർ കോൺഗ്രസിന്റെ ആർശങ്കരൻ മുതൽ എടുത്താൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഇപ്പൊ ആ തുടർച്ച ഇത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള തീരുമാനമാണ്. ആ തീരുമാനം അവിടെ ഉണ്ടാകും. ഇവിടെ പക്ഷേ മധ്യ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ഈ മെത്രാന്മാരുടെ സ്വാധീനത്തിനൊക്കെ കുറെ സാധ്യതയുണ്ട്. അതായത് മലബാർ പ്രദേശത്ത് വരുമ്പോൾ EK വിഭാഗ സുന്നികൾ കഴിഞ്ഞ തവണ LDF അനുകൂലമായിട്ട് നന്നായിട്ട് പരസ്യമായി പറഞ്ഞാണ്. ഒരു പൂർണ്ണ മുഴുവൻ ആളുകളല്ല, ഒരു നിശ്ചയ ശതമാനം ആളുകൾ, എൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ജിഫ്രി തങ്ങളുടെ മനോഭാവം LDF-ന് അനുകൂലമായിരുന്നു. മുക്കം ഉമർ ഫൈസിയുടെ മനോഭാവം അദ്ദേഹം പരസ്യമായിട്ട് തന്നെ മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകിയിട്ടുള്ള ആളാണ്. അപ്പം ഇത്തവണ അങ്ങനെ ഒരു ഇതില്ല. EK വിഭാഗത്തെ മെരിക്കാൻ ലീഗിന് കഴിഞ്ഞിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, BJP പേടി കൊണ്ട് പല സാമുദായിക സംഘടനകൾ, ഇപ്പം SDPI പോലുള്ള അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളൊക്കെ ചില സ്ഥലങ്ങളിൽ, ഇപ്പൊ നേമത്ത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, നേമത്ത് SDPI ജമാഅത്തെ ഇസ്ലാമിയിൽ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വോട്ടുകളിൽ നല്ലൊരു ശതമാനം LDF-നാണ് പോയിട്ട്. അതേ സംഘടനകൾ തന്നെ മഞ്ചേശ്വരത്ത് തിരിച്ചാണ് UDF-നാണ് കൊടുത്തത്. കാരണം അവിടെ BJP വരരുത് എന്നുള്ള അവരുടെ നിലപാടാണ്. അങ്ങനെയുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സാമുദായികമായിട്ടുള്ള ഈ വോട്ട് ബാങ്കുകളായിട്ട് മാറുന്നുണ്ട്. അതെല്ലാം അതിൽ നല്ലൊരു ശതമാനം UDF-ന് അനുകൂലമായിട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം കാര്യമായ ഒരു ഭരണവിരുദ്ധ വികാരമൊന്നും ഒരു സ്ഥലത്ത് അങ്ങനെ കാണാൻ പറ്റിയില്ല. പക്ഷെ ഈ ഒരു പ്രശ്നമുണ്ട്. ഈ സാമുദായികമായിട്ടുള്ള പിന്തുണ, ആ പിന്തുണ വോട്ടായിട്ട് മാറുന്ന സ്ഥലങ്ങളിൽ അത് UDF-ന് അനുകൂലമായിട്ട് മാറി. LDF-ന് അനുകൂലമായിട്ട് കിട്ടേണ്ട വോട്ടുകൾ അവർക്ക് നല്ല ശതമാനം കിട്ടിയത് കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അവർക്ക് ഏതാണ്ട് 70 കടക്കുന്ന ചില എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട്. 60-നും 70-നും ഇടയിൽ അവർക്ക് എന്തായാലും ഇപ്പൊ റിസൾട്ട് പറയുന്നുണ്ട്. അതായത് കാര്യമായിട്ടുള്ള ഒരു തകർച്ച. അതായത് കഴിഞ്ഞ തവണ UDF തകർന്നതുപോലെ നെറ്റ് എന്തോ വിഷയമുണ്ട് കേട്ടോ. 100% ഇത്തവണ LDF-ന് കിട്ടിയിട്ടില്ല. അപ്പൊ സാറ് സജീവ് സാർ പറയുന്നത് ഈ പറയുന്ന പോലെ പിന്നെ ഈ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം ഇങ്ങനെ തെക്കൻ ജില്ലകൾ, അതായത് കോട്ടയത്തിൻ്റെ ഏതാണ്ട് പകുതി, ആലപ്പുഴയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും BJP വോട്ട് കൂടില്ല എന്ന് സാർ പറയുമ്പോൾ ആറന്മുളയിൽ കുമ്മനം രാജശേഖരന് കുറേയധികം വോട്ടുകൾ, ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ പോയിട്ടുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. അതുപോലെ തിരുവല്ലയിൽ അനൂപ് ആന്റണി എന്ന ഈ പറയുന്ന BJP-യുടെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന പ്രധാനമന്ത്രിയുമായി വളരെ ആക്സസ് ഉള്ള യുവ നേതാവ്, അദ്ദേഹത്തിനും ഏതാണ്ട് 60,000-ലധികം വോട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സാർ, അത് എല്ലാം തന്നെ നമ്മൾ മുൻപ് പറയാറുണ്ട്. ഈ പറയുന്ന നായർ സമുദായത്തിൻ്റെ വോട്ട് ഭൂരിഭാഗവും അത് UDF-ലേക്ക് പോകുന്നതാണ് ഈ
SNDP വോട്ട് LDF-ലേക്ക് പോകുന്നു എന്ന് പറയുന്നത് പോലെ. സർ, അപ്പോൾ ഇത്തരത്തിൽ ഞാൻ രണ്ട് മണ്ഡലങ്ങളിലെ ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാറ് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞാലോ, സുകുമാരൻ നായർ വെള്ളാപ്പള്ളി മുതലാളി പറഞ്ഞാലോ, സുകുമാരൻ സാർ പറഞ്ഞാലോ NSSും SNDPയും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോഴും സർ, പഴയതുപോലെ SNDP വോട്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ CPM-ന് പോകും, അതുപോലെ UDF വോട്ട് കോൺഗ്രസിലേക്ക് പോകും എന്ന് നമുക്ക് ധരിക്കേണ്ടതുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായരോ പറയുന്നതിനനുസരിച്ച് നായന്മാരും കിഴവന്മാരും തീരുമാനിക്കുകയായിരുന്നുവെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് ആളുകളും സമുദായ നേതാക്കന്മാരും LDF-ന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്തത്. അടുത്ത കാലത്തായിട്ട് അവരുടെ നിലപാട് LDF-ന് അനുകൂലമായിരുന്നു. പക്ഷെ അങ്ങനെ എടുത്താൽ പോലും അതങ്ങനെ പോവില്ലാതാണ്. അതായത് രാഷ്ട്രീയമായ വോട്ടുകളാണ്. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ പല കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്ന മണ്ഡലത്തിലാണെങ്കിലും അനൂപാനന്റെ മത്സരിക്കുന്ന മണ്ഡലത്തിൽ തെക്കൻ ജില്ലകളിൽ പല സ്ഥലങ്ങളിലും നല്ലൊരു ശതമാനം ഈ ഹിന്ദു വോട്ടുകൾ, അവിടെ ഈഴവ നായർ എന്ന് കണക്കൂട്ടുന്ന നമ്മൾ ആ ഹിന്ദു വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ട ഒരു കാലമാണ്. അതായത് പണ്ട് സമുദായ വോട്ടുകൾ, അതായത് ജാതി വോട്ടുകളായിട്ട് പരിഗണിക്കും. കുമ്മനം രാജശേഖരന് അനുകൂലമായിട്ട് ഈഴവ വോട്ട് മാറി എന്നല്ല നമ്മൾ പറയേണ്ടി വരിക, അവിടെ ഹിന്ദു വോട്ട് മാറി. കാരണം പണ്ട് ജാതി വോട്ടുകളായിരുന്നു തീരുമാനിച്ചത്. ഇപ്പോൾ തെക്കൻ ജില്ലകളിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നല്ലൊരു ശതമാനം സ്ഥലങ്ങളിൽ ഈ ജാതി വോട്ടുകൾ മതവോട്ടുകളായിട്ട് മാറിയിട്ടാണ് ഈ BJPക്ക് അനുകൂലമായിട്ട് പോകുന്നത്. നേരത്തെ 4% മുതൽ 6%, 8%, 9% വരെ ഒക്കെയായിരുന്നു പരമാവധി BJPക്ക് ഉണ്ടായിരുന്ന വോട്ട് ഷെയർ. അതിപ്പോ നോക്കി 20, 30, 20, 25, 26 ഒക്കെ ആയിട്ട് മാറിയിട്ട് നേരത്തെ തന്നെ മാറിക്കഴിഞ്ഞു. ഇത്തവണ അതും കടന്നു പോകാൻ സാധ്യതയുണ്ട്. ജയിക്കാൻ BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ നിരവധിയാണ്. പക്ഷെ അവിടെയൊക്കെ അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അപ്പുറത്ത് നടന്നു എന്നാണ് ഞാൻ നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിലും മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിലാണെങ്കിലും വെച്ച് പറഞ്ഞത്. അതിനെ മറികടക്കുന്ന രൂപത്തിൽ ഈ ഹിന്ദു വോട്ടുകൾ, ഞാൻ അതിന് ജാതി വോട്ടായിട്ട് പറയുന്നില്ല, ഹിന്ദു വോട്ടുകൾ, ഈഴവ വോട്ടും വരാം, നായർ വോട്ടും വരാം. അപ്പൊ നായന്മാരുടെ വോട്ട് എന്നുള്ള ഈഴവ വോട്ട് എന്നുള്ള എനിക്ക് തന്നെ അവർ കണക്കാക്കുന്നു. അവര് ഞങ്ങൾ ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങൾ അവിടെ സംഘടിക്കുമ്പോൾ, ക്രിസ്ത്യാനികൾ അവിടെ സംഘടിക്കുമ്പോൾ ഞങ്ങളുടെ ഹിന്ദുക്കളാണ് എന്ന രീതിയിൽ ഹിന്ദു വോട്ടായിട്ട് കുറെ മാറിയിട്ടുണ്ട്. അതൊരു സംശയമില്ല. ഈ തവണ കാണാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നേരത്തെ BJP അവരുടെ A+ മണ്ഡലങ്ങളായിട്ടോ ഒരുപക്ഷെ ജയിച്ച മണ്ഡലങ്ങളായിട്ടോ വരാൻ സാധ്യതയുണ്ട്. അത് ആ മാജിക് എത്രമാത്രം നടന്നു എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ആ സാധ്യതയുണ്ട്. ഇപ്പുറത്ത് LDF-ന് അനുകൂലമായിട്ടോ UDF-ന് അനുകൂലമായിട്ടോ ന്യൂനപക്ഷ വോട്ടുകൾ സംഘടിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടുള്ള മാറ്റമുണ്ട്. അത് ആഹ്വാനത്തിന്റെ ആവശ്യം പോലും ഇല്ല. ആഹ്വാനത്തിന്റെ ആവശ്യമില്ലാതെയാണ് കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വളരെ കൃത്യമായിട്ട് രൂപത്തിൽ നല്ല വോട്ട് ഷെയർ ഈ BJPക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ NDA എന്ന് പോലും പറയുന്നില്ല, BJP പറയുന്നത്. BJPക്ക് അനുകൂലമായിട്ട് വോട്ട് പോകുന്നത് മതവോട്ടുകളായിട്ടാണ്, ഈ ജാതി വോട്ടുകളായിട്ടല്ല. തീർച്ചയായിട്ടും. അപ്പൊ സാർ പറഞ്ഞു വെക്കുന്നതിൽ ഒരു കാര്യമുണ്ട്. ഈ വടക്കൻ മലബാർ മേഖലയിൽ ന്യൂനപക്ഷ വോട്ട് ഒക്കെ തന്നെ UDF-ലേക്ക് പോകുന്നതിന് കാരണം ഈ ഭരണത്തിൽ LDF-ന്റെ രണ്ടാം ഭരണത്തിൽ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ഒരു കാരണമാകുമോ? അതൊരു നേരിയ കാരണമാകാം. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളത് മുസ്ലിം ലീഗ് അവരുമായിട്ട് എത്രയോ കാലമായിട്ട് മുസ്ലിം ലീഗിന്റെ മറ്റൊരു രൂപം എന്ന നിലയിലാണ് ഈ EK വിഭാഗം സുന്നികളിലെ ആളുകൾ കണ്ടിരുന്നത്. അതായത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ തന്നെയായിരുന്നു EK വിഭാഗം സുന്നികളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അതായത് ഉമർ അലി ശിഹാബ് തങ്ങള്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ തവണത്തെ പാർട്ടി പ്രസിഡന്റ്, ഇങ്ങനെ എല്ലാ ആളും സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാത്രമാണ് ഈ മുഷാവറയിൽ ഇല്ലാത്തത്. ഈ ആളുകളൊക്കെ ഈ മുഷാവറ അംഗങ്ങളും ഇതിന്റെ വൈസ് പ്രസിഡന്റുമാരൊക്കെ ആയിരുന്നു, സമസ്തയുടെ വൈസ് പ്രസിഡന്റുമാരൊക്കെ ആയിരുന്നു. സാദിഖ് അലി തങ്ങൾ തന്നെ SKSF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് പിന്നീട് 2-3 കാരണങ്ങൾ. ഒന്ന്, വളരെ തന്ത്രപരമായിട്ട് അന്ന് LDF, അതായത് പിണറായി വിജയൻ ചെയ്തൊരു കളി എന്ന് പറയുന്നത് ഈ വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ
മുസ്ലിം ലീഗ് സമരം പ്രഖ്യാപിച്ചു. അപ്പൊ അവരുമായിട്ട് സംസാരിക്കാതെ സുന്നികളുമായിട്ട് സമസ്തയുമായിട്ട് നേരിട്ട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കും. ഞങ്ങൾക്ക് സമസ്തയുമായിട്ട് സംസാരിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞു. അതോടുകൂടി സമസ്തയെ പരിഗണിക്കുന്നു ഇത് വന്നു. പിന്നീട് ഈ അവരുടെ ഈ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ലീഗും ഈ സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അപ്പൊ ആ പ്രശ്നങ്ങളുടെ കാര്യത്തിലൊക്കെ വലിയ തർക്കത്തിലേക്ക് പോയി. പിന്നീട് ഒരു സമസ്ത എന്ന് പറയുന്ന സമുദായത്തിലെ ഫത്വ പുറപ്പെടുവിക്കാൻ ശക്തിയുള്ള ഒരു സ്ഥാനത്തെ മറികടന്നുകൊണ്ട് ഈ തങ്ങന്മാരുടെ നേതൃത്വത്തിൽ ഒരു സംഘടന വേറെ ഉണ്ടാക്കും. ആ സംഘടന ഉണ്ടാക്കുമ്പോൾ തമ്മിലുള്ള പോരാട്ടം വരും. അപ്പൊ ഇങ്ങനെ വളരെ രൂക്ഷമായ രൂപത്തിൽ രണ്ടും തമ്മിൽ തല്ലിപ്പിരിയും എന്നൊരു ഘട്ടം വരെ വന്നു. അത് പക്ഷേ കുഞ്ഞാലിക്കുട്ടിയും മറ്റും ഇടപെട്ടുകൊണ്ട് പരിഹരിച്ചു. അതാണ് ഈ UDF കിട്ടിയത്. അത് ഒരു ഏകീകരണമായോ സാർ? അതൊരു ഏകീകരണമായോ? മുസ്ലിം വോട്ടിന്റെ ഏകീകരണത്തിലേക്ക് അത് എത്തിയോ? പറയണം സാർ. അതെ, അതൊരു ഏകീകരണമായിരുന്നു. അതിന്റെ നേട്ടം UDF ഉണ്ടായിരുന്നു. ഏതായാലും സാർ ഒരു കാര്യം കൂടെ നമുക്ക് സംസാരിച്ചുകൊണ്ട് നമ്മുടെ സംസാരം അവസാനിപ്പിക്കാം. അതായത് സാർ, ഈ വരാൻ പോകുന്ന ഫലം, 4-ാം തീയതി വരാൻ പോകുന്ന ഫലത്തിൽ നിർണായകമായ പങ്ക് BJPക്ക് കിട്ടുന്ന വോട്ട് ഷെയർ നിർണയിക്കും എന്ന് കരുതേണ്ടതുണ്ടോ? തീർച്ചയായും BJPക്ക് ഒരു 4 സീറ്റ് കിട്ടിയാൽ 4-5 സീറ്റ് കിട്ടിക്കഴിഞ്ഞു ഇരിക്കാം. അത് 0 മുതൽ 4 വരെ 5 വരെ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കേവല ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ BJPയുടെ നിലപാടുകൾ വളരെ കൃത്യമായിരുന്നു. നിങ്ങൾക്ക് BJPയുടെ പിന്തുണ വേണ്ട ഭരിക്കാൻ എന്ന നിലയിൽ മാറിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ കേരളം പോകും. അതിന്റെ നേട്ടവും BJPക്കായിട്ട് മാറും. അപ്പൊ BJPക്ക് ഇത്തരത്തിൽ 4-5 സീറ്റ് കിട്ടുന്നു. ഭരിക്കേണ്ട പാർട്ടി UDF-ഓ LDF-ഓ ആണെങ്കിൽ അവർക്ക് 69 എത്തി നിൽക്കുന്നു എന്ന് വന്നാൽ വലിയ പ്രശ്നമായിരിക്കും. കാരണം അവിടെയൊക്കെയാണ് BJPക്ക് വലിയ സ്വാധീനം ഉണ്ടാകാൻ കഴിയുക. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഘട്ടത്തിൽ BJPയുടെ പിന്തുണയോട് കൂടിയിട്ട് LDF-ഓ UDF-ഓ ഭരിക്കാൻ പോകുന്നില്ല. അപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് BJPക്ക് കുറെ കൂടി നേട്ടമായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ BJPയിലേക്ക് ഒഴുക്ക് 10 മടങ്ങായിട്ട് വർദ്ധിക്കാൻ സാധ്യത. സാർ, അങ്ങനെയാണെങ്കിൽ UDF-ൽ നിന്നോ LDF-ൽ നിന്നോ ചില മുന്നണികൾ ഈ പറയുന്ന BJPയുടെ NDA മുന്നണിയിലേക്ക് പോകില്ല എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ പോകാൻ സാധ്യതയില്ലേ സാർ? തീർച്ചയായിട്ടും അത് സാധ്യതയുണ്ട്. കാരണം പഴയ പോലെയല്ല. തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് BJPക്ക് ഇല്ല. ഇപ്പൊ പണ്ടാണെങ്കിൽ BJPയിലേക്ക് പോകുക എന്ന് പറയുന്നത് LDF നേതാക്കന്മാർക്കോ UDF നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ഈ ഇതിൽ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും ഈ വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. അവർക്ക് അവരുടെ എത്ര നേതാക്കന്മാർ, ആന്റണിയുടെ മകൻ പോയി, കരുണാകരന്റെ മകള് പോയി, സകല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മക്കൾ തന്നെ അവരുടെ മുൻനിരയിലുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അപ്പുറത്തേക്ക് പോകുന്നു. അപ്പൊ കോൺഗ്രസ് നിന്നൊക്കെ ഏതൊക്കെ വലിയ നേതാവ് പോകും എന്നത് അത്ഭുതകരമായ കാര്യമൊന്നുമില്ല. സുധാകരൻ, രമേശ് ചെന്നിത്തല, ശശി തരൂർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ അപ്പുറത്തേക്ക് ഏത് ഘട്ടത്തിൽ പോയിക്കൂടാന്ന് പറയാൻ പറ്റില്ല. സാധ്യത കാരണം എപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് കാലാവസ്ഥ ഉണ്ടാവില്ല എന്ന് കണ്ടാൽ അനുകൂലമായ കാലാവസ്ഥ എവിടെയാണ് ഉണ്ടാകുന്നത് അവിടേക്ക് നീങ്ങാനുള്ള പ്രവണത പൊതുവെ ഉണ്ടാകും. ആ സാധ്യത നമ്മൾ തള്ളിക്കളയാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ താങ്കൾ നേരത്തെ ചോദിച്ച പോലെ BJP ഒരു നിർണായക ശക്തിയായാൽ, അതായത് 4-5 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് എന്നതിൽ സംശയമില്ല. സാർ, പക്ഷെ ഒരു കാര്യം പറയേണ്ടത് കൂടെ അല്ലേ സാർ? അതായത് ഇപ്പൊ കോൺഗ്രസ് നേതാക്കളുടെ കാര്യം മാത്രം നമുക്ക് പറയുന്നത് അത് മാത്രമല്ല, കേരള കോൺഗ്രസ് CPI വരെ ചിലപ്പോൾ NDA മുന്നണിയിലേക്ക് പോയിക്കൂടാ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കേരള കോൺഗ്രസിലെ ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്. അതെ സാർ, നമുക്കറിയാം കേരള കോൺഗ്രസിന്റെ ഒരു നേതാവ് നേരത്തെ തന്നെ NDA മുന്നണിയിൽ പോയ ഒരാളാണ്. അതെ. അപ്പൊ അദ്ദേഹം തിരിച്ചു വന്നതല്ലോ. അതെ. അതും കേരള കോൺഗ്രസിന്റെ രൂപീകരണത്തിന്റെ കാരണമായിട്ടുള്ള ആളുടെ മകനാണ് പോയത്. അതെ. 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 അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് കേരള കോൺഗ്രസിന് അങ്ങനെ മാറാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല. കാരണം മെത്രാന്മാർ നമ്മൾ കണ്ടല്ലേ, മെത്രാന്മാർ എത്രയോ തവണ പോയിട്ട് തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുകയാണെങ്കിൽ അവർ മാറുന്നുള്ള സംശയമൊന്നുമില്ല.
ഏതായാലും സാർ 4-ാം തീയതി കേരളത്തിന്റെ അടുത്തൊരു കേരളത്തെ ആര് ഭരിക്കും എന്ന വിധി നാം കാത്തിരിക്കുമ്പോൾ നാം നനച്ചിരിക്കാത്ത പലതും രാഷ്ട്രീയ കേരളം കാണേണ്ടി വരും എന്ന് തന്നെ ധരിക്കാം, അല്ലേ സാർ? തീർച്ചയായിട്ടും. കാരണം ഈ റിസൾട്ട് ഇതുവരെയുള്ള റിസൾട്ട് പോലെ ആവണം. അത് രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമല്ല കേരളത്തിൽ ഇത്തവണ നടന്നിട്ടുള്ളത്. 3 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ്. അതിൽ എങ്ങനെ ജനം വിധി എഴുതുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ജനം പെട്ടെന്ന് ഒറ്റയടിക്ക് BJPക്ക് അനുകൂലമായിട്ട് NDAക്ക് അനുകൂലമായിട്ട് വിധി എഴുതിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെയും ഒരു റിസൾട്ട് ഇതിന്റെ എന്താണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേയുള്ള അല്ലെങ്കിൽ വോട്ടെടുപ്പിന് മുമ്പേയുള്ള ഘട്ടത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെയും സംഭവിച്ചേക്കാം. ഏതായാലും വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി. തുടർന്ന് ബന്ധപ്പെടുന്നതാണ്. താങ്ക് യു സാർ. താങ്ക് യു.